8ാം വയസ്സിൽ പഠനം അവസാനിപ്പിച്ച് വെറും ഒരു വീട്ടുജോലിക്കാരിയായിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകവെയാണ് വിജയലക്ഷ്മി എന്ന പെൺകുട്ടിയെ തമിഴ് സംവിധായകനും നടനുമായ വിനി ചക്രവർത്തി കണ്ടുമുട്ടുന്നത്. അക്കാലത്ത് ഒരു മില്ലിൽ ജോലിയെടുത്തിരുന്ന വിജയലക്ഷ്മിയുടെ മാദകത്വം നിറഞ്ഞ ശരീരവും ഏതു പുരുഷനെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള അംഗവടിവുകളും കാന്തിക ശക്തിയുള്ള കണ്ണുകളും കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി. ഈ പെൺകുട്ടിയെ വേണ്ട വിധത്തിൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നടിയാക്കാമെന്നും പിൽക്കാലത്ത് തൻ്റെ സിനിമയിലൊക്കെ അവളെ അഭിനയിപ്പിക്കാമെന്നും. അദ്ദേഹവും ഭാര്യ കരുണയും ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയും അവൾക്ക് നൃത്തത്തിൽ, അഭിനയത്തിൽ, അതുപോലെ തന്നെ ആളുകളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒക്കെയും ഇവർ പരിശീലനം നൽകുകയും പിന്നീട് വണ്ടിച്ചക്രം എന്ന സിനിമയിൽ ഒരു അവസരം നൽകുകയും ചെയ്തു. അതിൽ സിൽക്കെന്ന കഥാപാത്രം ഒരു പട്ടച്ചാരായമൊക്കെ വിൽക്കുന്ന ഒരു തൻ്റെടിയായ ഒരു സ്ത്രീയായിരുന്നു. പിൽക്കാലത്ത് ആ പേരാണ് അവർ തൻ്റെ പേരിനോട് കൂട്ടിച്ചേർത്ത് സിൽക്ക് സ്മിതി എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ 1980-90 കാലഘട്ടങ്ങളിൽ തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു സിൽക്ക് സ്മിത. കാരണം 17 വർഷം കൊണ്ട് 450-ലേറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ സിനിമയിലും മുഴുനീള കഥാപാത്രങ്ങളൊന്നും ആയിരുന്നില്ല. മാദകമായ ശരീരം, അതായത് നമുക്കറിയാം അക്കാലത്തെ പല നടിമാരും കാണിക്കാൻ മടിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ മടി കാണിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നു. ബിക്കിനിയിട്ട് തൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഉന്നതങ്ങൾ അല്ലെങ്കിൽ ചുണ്ടൊക്കെ ഇങ്ങനെ കാണിച്ച് അല്ലെങ്കിൽ ഏതൊരു പുരുഷൻ്റെ ഉള്ളിലെ മാദകമായ അല്ലെങ്കിൽ രതി ഉണർത്താൻ വേണ്ടി പോകുന്ന അംഗലാവണ്യവും അതോടൊപ്പം ഭാവാദികളും ഒരുപോലെ പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു മടിയും സിൽക്ക് സ്മിത കാണിച്ചിരുന്നില്ല. അങ്ങനെ സിൽക്ക് സ്മിതയുടെ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുകൊണ്ട് വന്ന വിനി ചക്രവർത്തി ഇവരുടെ കാമുകനായിരുന്നു എന്നും സിൽക്ക് സ്മിതയുടെ അംഗലാവണ്യത്തിൽ അദ്ദേഹം പിൽക്കാലത്ത് മയങ്ങിപ്പോയിരുന്നു എന്നൊക്കെ ആദ്യകാലത്ത് ഗോസിപ്പ് വന്നിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സിൽക്ക് സ്മിതയുടെ പേരിൽ ഗോസിപ്പ് വന്നത് വിനി ചക്രവർത്തിയുടെ പേരിൽ തന്നെയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1980-കളിലൊക്കെ രജനീകാന്ത് വലിയൊരു തരംഗമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ഭാര്യ ലതയോടൊത്ത് ജീവിതം നയിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ലതയെ വിവാഹം കഴിക്കുന്നതിന് മുൻപും അതിനുശേഷവും അദ്ദേഹത്തിന് പലരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അവിഹിത ബന്ധം പുലർത്തിയിരുന്നു എന്നും അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി സിൽക്ക് സ്മിതയായിരുന്നെന്നും പിന്നീട് വന്ന ഒരു വ്യക്തിയാണ് അമല. അപ്പോൾ ഇത്തരം നടികളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ഗോസിപ്പ് വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് സിൽക്ക് സ്മിതയുടെ മരണശേഷം 1996 സിൽക്ക് സ്മിത മരണപ്പെട്ടതിന് ശേഷം അടുത്തിടെ പുറത്തിറങ്ങിയ ഡയറക്ട് പിക്ചർ എന്ന സിനിമയിൽ ഒരു കഥാപാത്രം, ഇല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് പ്രമേയമായിരിക്കുന്നത് നമ്മുടെ രജനീകാന്തും സിൽക്ക് സ്മിതയും തമ്മിലുള്ള അഗാധമായ പ്രണയവും അടുപ്പവും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സിൽക്ക് സ്മിതയുടെ ഈ മാദകമായ നൃത്ത ചുവടുകൾ, അംഗവടിവും പലപ്പോഴും രജനീകാന്തിനെ എന്ന് മാത്രമല്ല സിനിമ മേഖലയിലുള്ള പല ആളുകളെയും ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനേറെ പറയുന്നു, കമലഹാസൻ എന്ന ഉലകനായൻ്റെ ഒപ്പം മൂൺറാം പിറവി എന്ന സിനിമയിൽ സിൽക്ക് സ്മിത ഏറെ മനോഹര ദൃശ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കമൽഹാസൻ്റെ ഒരു പ്രത്യേകത നമുക്കൊക്കെ അറിയാം. ശ്രീവിദ്യ മുതൽ ഗൗതമി, അഭിരാമി, അതായത് മകളുടെ പ്രായമുള്ള കുട്ടികളെ പോലും ഇനി അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും, ഇപ്പോൾ കാർത്തിക എന്ന നടിയുടെ കഥ അറിയാം, അവരോട് ആ പെൺകുട്ടിക്ക് യാതൊരു താല്പര്യവും ഇല്ലെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് സിനിമയെ ചിത്രീകരിക്കുന്നതിനിടയിൽ ബലമായിട്ട് അവരുടെ ചുണ്ടിൽ ചുംബിച്ചു, അവർ തള്ളി, അതിൻ്റെ വാശിക്ക് പിന്നീട് അടി കൊടുത്ത കഥയും അങ്ങനെ കാർത്തിക സിനിമ നിർത്തി പോയത് കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കമലഹാസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കുന്ന എല്ലാ സ്ത്രീകളോടൊപ്പം ചുടിചുംബന രംഗങ്ങൾ ഇയാൾ അഭിനയിക്കുമെന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് സമ്മതമില്ലാതെ തന്നെ പലപ്പോഴും
ഇത്തരം രംഗങ്ങൾ അയാൾ ബലമായിട്ട് തൻ്റെ കയ്യിൽ നിന്നിട്ടങ്ങ് ചേർക്കുകയാണ് പതിവ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗത്തിന് നമ്മുടെ നടി അംബികയും ഇരയായിട്ടുണ്ട്. അപ്പോൾ ഈ കമലഹാസൻ്റെ ചുംബനവും തഴുകലും ഒരു തവണയെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പിന്നീട് ഇയാളുടെ അടിമയായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ കമലഹാസനോടൊത്ത് എല്ലാ അയാളുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുത്തിട്ടുണ്ട്, കൊടുക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് പോയിട്ടുള്ളത് എന്ന് സിനിമാ മേഖലയിലെ പരസ്യമായ രഹസ്യമാണ്. ഈവൻ ഗൗതമി തന്നെ പറയുന്നുണ്ട്, കമലഹാസൻ്റെ ചുംബനത്തിലും സ്പർശനത്തിലുമാണ് താൻ വീണു പോയത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ എക്സ്പെർട്ടായ കമലഹാസനും സിൽക്ക് സ്മിതയും തമ്മിലും ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലാലേട്ടൻ, പാവൻ ലാലേട്ടൻ, മലയാളത്തിൽ ലാലും സിൽക്കും അഭിനയിച്ച സ്ഫടികം എന്ന ചിത്രം ഇപ്പോഴും ഹിറ്റായിട്ട് ഓടുന്ന ഒരു പടമാണ്. അപ്പോൾ നമുക്കറിയാം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കാര്യമാണ് അയാളോട് നിങ്ങൾക്ക് ഒരു പെണ്ണുമായിട്ട് പ്രേമമുണ്ടോ, നിങ്ങൾ എത്ര സ്ത്രീകളായിട്ട് 3000 എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ചിലപ്പോൾ കുറവായിരിക്കും. ഇങ്ങനെ അയാൾ 5000 സ്ത്രീകളുടെ ഒത്തും ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ സിനിമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഫോൺ വിളിച്ചെന്ന പുള്ളി ഉദ്ദേശിക്കുന്നത്. ബന്ധപ്പെടുക എന്നുള്ള വാക്കിനെ കയറിയാണ് ആൾക്കാർ മറ്റ് ലൈംഗിക ബന്ധമാണ് എന്ന തരത്തിലേക്കൊക്കെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുമായിട്ടും അദ്ദേഹത്തിന്, എല്ലാ നായികമാരുമായിട്ട് അദ്ദേഹത്തിന് ഇത്തരം ബന്ധങ്ങളുണ്ട്. ഇല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒപ്പം ഒന്നും ഒരു സ്ത്രീയെ അഭിനയിക്കാൻ അല്ലെങ്കിൽ നായികയായിട്ട് അഭിനയിക്കാൻ സമ്മതിക്കില്ല. അതാണ് പുള്ളിയുടെ പൊതു സ്വഭാവം. അതുകൊണ്ട് ഉറപ്പായിട്ട് സിൽക്കുമായിട്ട് ആ ബന്ധമുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ചിരഞ്ജീവി ഉൾപ്പെടെയുള്ള പ്രശസ്തരായ പല വ്യക്തികളുടെ ഒപ്പം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യമുണ്ട്. സിനിമയിലേക്ക് ആദ്യകാലത്തൊക്കെ കടന്നു വരുന്ന ആ ഒരു സമയത്ത് ചെറിയ ചെറിയ കഥാപാത്രങ്ങളെയായിരുന്നു സിൽക്ക് അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആദ്യകാലത്തൊക്കെ വളരെ ചെറിയ പ്രതിഫലം നൽകിയെന്ന് മാത്രമല്ല ഒരു ഡാൻസർ ആയിട്ട് മാത്രം വന്നതുകൊണ്ട് തന്നെ പല പ്രമുഖരായിട്ട് വ്യക്തികൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പലരും ഇവരെ ഉപയോഗിച്ചിരുന്നു എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രതിഫലത്തിനൊക്കെ ആദ്യകാലത്ത് അത്തരത്തിലുള്ള ബന്ധങ്ങൾ സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതിന് തെളിവൊന്നുമില്ല. എന്നാൽ സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ഗതികെട്ട കാര്യം എന്ന് പറയുന്നത്, സിൽക്ക് സ്മിത ഒരു ഇത്തിരി പേരിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു സംരക്ഷകനായിട്ട് ഒരു ഡോക്ടർ, മധ്യവയസ്സ് കഴിഞ്ഞ ഒരു ഡോക്ടറാണ് സിൽക്ക് സ്മിതയുടെ ജീവിതത്തിലേക്ക് വരുന്ന. ഇയാളുമായിട്ട് പ്രണയമായിരുന്നു, ഇവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾക്ക് പ്രായം കഴിഞ്ഞുപോയി. മാത്രമല്ല ആദ്യമൊന്നും സിൽക്കിന് വലിയ സിനിമയൊന്നും ഉണ്ടായില്ല. സിൽക്ക് സ്മിത സിനിമയിൽ വളരെ തിരക്കുള്ള നടിയായിട്ട് മാറുകയും ഇവരുടെ കയ്യിൽ ധാരാളം പണം വരികയൊക്കെ ചെയ്തപ്പോൾ ഈ ഡോക്ടർ ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ജീവിതകാലം മുഴുവൻ സിൽക്കിനെ അങ്ങ് കൂടുതൽ കൂട്ടിയേക്കാം, അല്ലെങ്കിൽ സിൽക്കിനെ അയാളുടെ തന്നെ ഒരു കീപ്പ് ആയിട്ട് ഇയാൾ വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. പോകെ സിൽക്കിനോട് ഈ ഡോക്ടറുടെ മകന് തന്നെ പ്രണയമാവുകയും ആ യുവാവിന് വിവാഹം കഴിക്കാൻ സിൽക്ക് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം മകന് അപ്പനുമായിട്ടുള്ള ബന്ധം അറിയാം, എങ്കിൽ പോലും അത് സാരമില്ല, സിൽക്കിനോടുള്ള അതിയായ ആഗ്രഹ നിമിത്തം അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ കാമുകനായ ഡോക്ടർ അല്ലെങ്കിൽ സിൽക്കിൻ്റെ ഒപ്പം ജീവിച്ചിരുന്ന വ്യക്തി അതിനെ സമ്മതിച്ചില്ല എന്നും സിൽക്കിൻ്റെ മുഴുവൻ സ്വത്ത് ആഭരണം എല്ലാം അയാൾ ബലമായിട്ട് കൈക്കലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സിൽക്ക് ആദ്യകാലങ്ങളിലൊക്കെ അഭിനയിച്ച് ധാരാളം പണം സമ്പാദിച്ചു കഴിയുമ്പോൾ ഈ പണം കഴിക്കുന്ന മരമായിട്ടാണ് ഇയാൾ കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല കൂടുതൽ പണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സിൽക്കിനെ വളരെ നിർബന്ധിച്ചയച്ചു. പലപ്പോഴും റെസ്റ്റൊന്നും ഇല്ലാണ്ട് അവസാന കാലഘട്ടങ്ങളിൽ സിൽക്കിൻ്റെ സൗന്ദര്യമൊക്കെ വല്ലാതെ ക്ഷയിച്ചിരുന്നു. ഒപ്പം സിൽക്കിന് വിദ്യാഭ്യാസം കുറവായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ പരിചയമില്ലാത്ത നിർമ്മാണ മേഖലയിലേക്ക് ഈ സിൽക്കിനെ കൊണ്ട് ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യിച്ചു. സ്വാഭാവികമായിട്ടും അത് പലതും നഷ്ടമായിരുന്നു. ഒരുപാട് കടം സിൽക്ക് സ്മിതയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അതൊന്നുമല്ല, സിൽക്ക് സ്മിത വളരെ വേദനയോടുകൂടി എപ്പോഴോ തൻ്റെ അടുത്ത സുഹൃത്തായ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, വളരെ മോഹിച്ച് കഷ്ടപ്പെട്ട് എവിടുന്നൊക്കെയോ ഒത്തിരി ആഗ്രഹിച്ച് വിവാഹം കഴിക്കണമെന്നും ഒരു താലി അണിയണമെന്നും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളുടെ താലി അണിയെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്നും ആ മോഹത്തോടെ അവർ സ്വന്തമാക്കിയ വിലപിടിച്ച അല്ലെങ്കിൽ അത്രയും മോഹിച്ച് സ്വന്തമാക്കിയ ആഭരണങ്ങൾ പോലും തൻ്റെ കൈവിട്ടു പോയെന്നും അതൊക്കെ ഇപ്പോൾ ആരാണ് ഉപയോഗിക്കാന്ന് പോലും തനിക്കറിയില്ല എന്നും പറഞ്ഞ ഒരു അവസരമുണ്ട്. അത് ആ ഡോക്ടറുടെ കൈവശമാണ് ആ ആഭരണങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മരിക്കുന്നതിന് തലേ ദിവസം രാത്രിയായപ്പോൾ സിൽക്ക് സ്മിത തൻ്റെ സുഹൃത്തായ അനുരാധയെ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നും വരണമെന്നും ആവശ്യപ്പെട്ടുവെങ്കിലും
അനുരാധയ്ക്ക് അന്ന് തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. ഭർത്താവ് വന്ന് അവരുടെ വീട്ടിൽ വന്ന ഒരു ദിവസമായതുകൊണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സിൽക്ക് സ്മിത മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു സിൽക്ക് സ്മിതയെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന ഒരു തരത്തിലുള്ള വാർത്തകളായിരുന്നു അക്കാലത്തെല്ലാം പ്രചരിച്ചിരുന്നത്. സ്വത്ത് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്തു. മാത്രമല്ല സിൽക്ക് സ്മിത ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ എവിടെ ചെന്നാലും ഈ സിൽക്ക് സ്മിതയുടെ ശരീരം മാത്രം കാണാനായിട്ട് ആളുകൾ ഇടിച്ചു കയറും. അപ്പോൾ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ സിൽക്കിന് അത്ര സിനിമ കൊടുത്തതെന്ന് പറഞ്ഞാൽ സിൽക്കിൻ്റെ ചെറിയൊരു റോളെങ്കിലും ഉണ്ട്, സിനിമ വിജയിക്കും. അപ്പോൾ ഇവളുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കാത്തിരിക്കും. അക്കാലത്തെ നായികമാരെക്കാൾ കൂടുതൽ പ്രതിഫലം സിൽക്കിനായിരുന്നു ലഭിച്ചിരുന്നത്. അത് ഒരുപാട് ആളുകൾക്ക്, നായികമാർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥയും വിഷമവും ഒക്കെ ഉണ്ടാക്കിയ കാര്യമാണ്. നമുക്കറിയാം, സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിളിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വരെ ലേലത്തിന് വിളിച്ച കഥകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഷൂട്ടിങ്ങിനൊക്കെ പല സ്ഥലത്തും പോകുമ്പോൾ ഇന്നത്തെ പോലെ കാരവാനൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിലെ ടോയ്ലറ്റിലൊക്കെ പോയിട്ടാണ് ഡ്രസ്സ് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ആന്ധ്രയിൽ മറ്റോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഏതോ വീട്ടിൽ കയറി ഡ്രസ്സ് മാറുകയാണ് എന്ന വിവരം അറിഞ്ഞ് ആ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവനും ചെന്ന് അവർ ഒരു ചെറിയ വില്ലേജാണ്, ഒരു കക്കൂസിൽ നിന്ന് ഡ്രസ്സ് മാറിയാണ്. ആ നാട്ടുകാർ മുഴുവൻ ചെറുപ്പക്കാരും കളവുമാരെല്ലാം കൂടെ തിരക്കി കുറേ പേര് അതിൻ്റെ കുഞ്ഞ് പൊക്കത്തിൽ കൂടെ നോക്കി, അങ്ങനെ നോക്കി എങ്ങനെയാണെങ്കിലും അവസാനം ആ കക്കൂസിൻ്റെ ഭിത്തി വരെ തള്ളി മറിച്ചിട്ട് ഓടെല്ലാം കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിര് കടന്ന ആരാധന ആളുകൾക്ക് സിൽക്ക് സ്മിതയോടുണ്ടായിരുന്നു. എന്നാൽ സിൽക്കിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മികച്ച കഥാപാത്രങ്ങൾ നൽകാത്തതും തന്നെ എല്ലാവരും ഒരു സെക്സ് അല്ലെങ്കിൽ കാമോദ്ദീപകമായ കണ്ണുകളോടെ മാത്രം കാണുന്നതിൽ അവർക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമവും ഉണ്ടായിരുന്നു. അവരൊരിക്കൽ സ്റ്റാൻഡ് ആർട്ടിസ്റ്റായ ത്യാഗരാജനോട് ഹൃദയം തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ചിരിച്ചിട്ട് കാലം എത്രയായെന്ന് നിങ്ങൾക്കറിയാമോ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. സിൽക്ക് സ്മിതയുടെ കാണാത്ത ഒരു മുഖം എന്ന് പറയുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ദരിദ്രരായ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്, അവർ അനാഥശാലയ്ക്കൊക്കെ പണം ലഭിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പോയി നൃത്ത പരിപാടികളൊക്കെ ധാരാളം അവതരിപ്പിച്ച് പൈസ 1 രൂപ പോലും പ്രതിഫലം എടുക്കാതെ ആളുകൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ പാവങ്ങളെ ഒരുപാട് സഹായിച്ചിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു സിൽക്ക് സ്മിത. അപ്പോൾ അവരുടെ ജീവിതം, സത്യത്തിൽ ജീവിക്കാൻ ഒരുപാട് മോഹിച്ച ആ പെൺകുട്ടിയുടെ സ്വത്ത്, ശരീരം, ഇത് രണ്ടും മാത്രമായിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത്. തന്നെ ആരും സ്നേഹിച്ചിരുന്നില്ല എന്നവർ വളരെ വേദനയോട് അടുത്ത പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. സമാനമായ അവസ്ഥയാണ് നമ്മുടെ ഷക്കീലയും പറഞ്ഞത്. ഷക്കീല പറഞ്ഞത് എന്താണ്? ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം, അവരുടെ പണം കൊണ്ട് കുടുംബം രക്ഷപ്പെട്ടു, സഹോദരിമാർ രക്ഷപ്പെട്ടു, മകളെ പോലെ കണക്കാക്കിയിരുന്ന സഹോദരിയുടെ മകളുടെ വിവാഹം ഉറപ്പിച്ചു. അവളുടെ വിവാഹത്തിനുള്ള മുഴുവൻ സാധനം, ആഭരണം, ഡ്രസ്സെല്ലാം എടുത്തു. ഇതെല്ലാം ഷക്കീലയാണ് പൈസ മുടക്കിയ. ലാസ്റ്റ് സമയം അവരുടെ സഹോദരി പറഞ്ഞു, എടി നീ കല്യാണത്തിന് വന്ന് കൂടണ്ട കേട്ടോ, അവർക്ക് താല്പര്യമില്ല എന്ന്. അതൊക്കെ വല്ലാത്തൊരു, അതായത് എൻ്റെ പണം എല്ലാവർക്കും കൊള്ളാം, പക്ഷേ ഞാൻ ഇത്തരത്തിലുള്ള വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് വേണ്ടാന്ന്. പക്ഷേ ഷക്കീലയേക്കാൾ ആ ഒരു തരത്തിലേക്ക് അല്ല ആളുകളെ കണ്ടിരുന്നത്. സിൽക്ക് എന്ന് പറഞ്ഞാൽ സിൽക്കിൻ്റെ ശരീരം. അന്നത്തെ കാലത്ത് നടിമാരൊന്നും ബിക്കിനിയൊന്നും ഇടത്തില്ല. നമുക്കറിയാം, പല വേഷങ്ങളും നടിമാർക്ക് ധരിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ മടിയാന്ന് പറയുന്ന എല്ലാ വേഷവും അവർക്ക് നേർത്ത വസ്ത്രങ്ങളാണെങ്കിലും കുഴപ്പമില്ല. അസാധ്യമായ പ്രകടനം, അതുപോലെ ആക്ഷൻ രംഗങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ആക്ഷൻ രംഗങ്ങളിൽ സിൽക്ക് സ്മിത ഇത്ര അനായാസേന അഭിനയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നൃത്തം ചെയ്ത് അവരുടെ ശരീരത്തിന് വല്ലാത്ത വഴക്കമുള്ളതുകൊണ്ട് തന്നെ ആക്ഷൻ രംഗങ്ങൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. പല നടിമാർക്കും അതിനുള്ള കഴിവുണ്ടായിരുന്നതുമില്ല. എന്ത് തന്നെയാണെങ്കിലും സിൽക്ക് സ്മിതയെ പോലെ ഒരു നടി മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടത് അവരർഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ഒന്നും നൽകാതെ എല്ലാവരും അവരെ വിനോദോപാധി അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വിജയിപ്പിക്കാൻ മാത്രമായിട്ട് കണ്ടത് മോശമായിപ്പോയി. അവരുടെ മരിച്ചു കിടക്കുന്ന ഈ സിൽക്കിൻ്റെ ശരീരത്തിൽ അടിവസ്ത്രങ്ങൾ മാറി മാറി ധരിപ്പിച്ച് പല പ്രകാരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും എടുത്ത് സിനിമയിൽ ഉപയോഗിച്ച ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അക്കാലത്ത് എന്ന് പറയുമ്പോൾ അവരോട് കാണിച്ച ക്രൂരതയുടെ ആഴം നമുക്ക് അളക്കാൻ കഴിയും.